പരമ്പരാഗതമായി വർഷം തോറും നടത്തിവരാറുള്ള അംബിയാ മുർസലുകളുടെ ആണ്ട് നേർച്ച ജൂലൈ 2-ന് പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നടത്തിവരാറുള്ള അംബിയാ മുർസലീങ്ങൾ അത് വർഷങ്ങളായി നടത്തിവരാറുള്ള അംബിയാ മുർസലീങ്ങളുടെ നേർച്ചയാണ്. വരുന്ന വ്യാഴാഴ്ച ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച മുഹറം 16. അംബിയാ മുർസലീങ്ങളുടെ നേർച്ച അത് കേരളത്തിൽ എവിടെയും അറിയപ്പെടാത്തതും ഇന്ത്യയിലെ അപൂർവമായ ഒരു ആത്മീയ സദസ്സാണ്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പരിശുദ്ധമായ മഹാത്മാക്കൾക്ക് നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മൾ കൂട്ടുകുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഓതി ദുആയ്ക്ക് ശേഷം 8:30 ഖത്തമുൽ ഖുർആൻ ഓതും. അത് കഴിഞ്ഞ ശേഷം 9:30 കിറ്റ് വിതരണം 3000-ൽ പരം കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അന്നദാനവും ഉണ്ട്. വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ട്, ഇഷ്ടാനുസരണം ഭക്ഷണം. അതോടൊപ്പം തന്നെ സാംസ്കാരിക നേതൃത്വത്തോടൊപ്പം ആത്മീയ രംഗത്ത് ബഹുമാനപ്പെട്ട മർക്കസ് സഖാവത്ത് സുന്നിയ മാനേജിംഗ് ഡയറക്ടർ ഉസ്താദ് സി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസും വലിയ ജമാഅത്ത് പള്ളി മുദരിസ് ഹബീബ് തുറാബ് തങ്ങളും ഒക്കെ സംബന്ധിക്കുന്ന ആ വേളയിൽ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പാലോളി ശ്രീരാമകൃഷ്ണൻ, ഹരിദാസ്, നമ്മുടെ മുൻ MLA നന്ദകുമാർ, നമ്മുടെ വൈസ് ചെയർമാൻ ഒക്കെ മുൻ ചെയർമാൻ സക്കീർ സാഹിബ്, അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സാംസ്കാരിക മുനിസിപ്പൽ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ സംബന്ധിക്കുന്ന വിഷയം. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് നടക്കുന്ന മഗ്‌രിബ് നിസ്കാരാന്തരം ശേഷം സയ്യിദുനാ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൗലിദ് തുടങ്ങി ഇശാഇന് ശേഷം അഥവാ 8:30 സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകം അറിയപ്പെടുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന എന്നുവെച്ചാൽ ക്രൈസ്തവരടക്കം കിങ് സോളമൻ എന്നാണ് പറയുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൗലിദ് കഴിഞ്ഞ് അംബിയാ മുർസലീങ്ങളുടെ മൗലിദ് തുടങ്ങും. അംബിയാ മുർസലീങ്ങളുടെ മൗലിദ് തുടങ്ങി കഴിഞ്ഞ് ഏകദേശം സമയം വളരെയധികം അർദ്ധരാത്രിയോടുകൂടി നീങ്ങുന്ന സമയത്ത് അസ്ഹാബിഹിൽ ബദിൽ റാത്തീബ് നടക്കും. ആ റാത്തീബിൻ്റെ സമാപനത്തോടു കൂടി നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം കോടികൾ ജനങ്ങൾ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. അതിൽ നിന്ന് ലോകരാഷ്ട്രം മൊത്തം രാഷ്ട്രം രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന സംഗമം ഉണ്ടായിരിക്കുന്നത്. സുബഹയോടുകൂടി സമാപനം കുറിക്കും. അതിനിടയിൽ ഡോക്ടർ കാപ്പാടിൻ്റെ ഇരിഫാറാത്തീബുണ്ട്. ഡോക്ടർ കാപ്പാട് എന്ന് പറഞ്ഞാൽ കാപ്പാട് കോയ, ഡോക്ടർ കോയ കാപ്പാട് ഉസ്താദിൻ്റെ. അതൊരു വലിയൊരു സംഭവമാണ് ആ റാത്തീബ്. അപ്പോൾ അങ്ങനെ ദുആ കൊണ്ട് വെറും ആ ഒരു ദിവസം 24 മണിക്കൂറും പ്രാർത്ഥന സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ലോക ജനതയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഭീകരവാദ തീവ്രതയും അതും നമ്മൾ പ്രതിജ്ഞ അർദ്ധരാത്രി ചെയ്യും. അങ്ങനെയാണ് ഇത് സമാപിക്കുന്നത്. പത്രസമ്മേളനത്തിൽ നടക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് കോയത്തങ്ങൾ, ഇഹാ നഈം ഉസ്താദ്, സയ്യിദ് സീദി കോയത്തങ്ങൾ, ഇഹാ നഈം ഉസ്താദ്,
എ ബി ഉമ്മർ സാഹിബ്, പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഏതായാലും പരിപാടി ഇങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലൊരു കാരണമുണ്ട്. അമ്പിയ മുർസലിങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞാൽ കേവലം ചില്ലറ ഇതുകൊണ്ട് തുടങ്ങിയതാണ്. നമ്മുടെ മാതാപിതാക്കൾ മുമ്പ് ഇങ്ങനെ ആളുകൾ വല്യപ്പ വല്യമ്മമാർ അങ്ങനെ ഉമ്മ ഉപ്പ അപ്പം നേർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ അമ്പിയ മുർസലിൻ നേർച്ച എന്ന് പറഞ്ഞാൽ സുലൈമാൻ ബിൻ ഖിദർ ബിൻ മൗലൂദ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവരത് ഉള്ള അടുത്ത അയൽവാസികൾക്ക് ഒരുമിച്ചിട്ട് ഇങ്ങനെ അത് അങ്ങനെ ആയിരുന്നു. ഇതിലധികം ആളുകളൊന്നും ഇല്ല. ഇതിൽ വിരലില്ലാതെ ചില്ലറ ആളുകളുടെ സഹായം മാത്രമേ ഇതിനുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നേർച്ചയ്ക്ക് സഹായിക്കുക അങ്ങനെ വിഷയവുമില്ല. അത് പടച്ചോ അമ്പിയ മുർസലിൻ അള്ളാഹുവിൻ്റെതാണ്, അത് പടച്ചോ നടത്തുന്നതാണ് എന്നല്ലാതെ ഒരു 6 പേര് മാത്രമേ ഇതിന് സഹകരിക്കാൻ ഉള്ളൂ. അവ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഇത് നേർച്ച എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ കാശായിരിക്കണം. ഇനി ഒരാൾക്ക് ബാങ്കിൽ നിന്ന് പലിശൻ്റെ കാശ് ഉസ്താദ് ഇത് നേർച്ചയ്ക്ക് പറ്റൂല, കടുത്ത ഹറാമാണ്, അവൻ്റെ കഥ കഴിഞ്ഞത് പോകണം. സംശുദ്ധമായ കാശല്ലാതെ നേർച്ചയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ദീൻ തന്നെ പറയുന്നത് വെച്ചാൽ വിറകിൻ്റെ പോലെയാണ്, വെണ്ണൂറ് പോലെയാണ് ഇത് പലിശയുടെ കാശ് എന്ന് പറഞ്ഞത്. അപ്പോൾ സംശുദ്ധമായ ആളുകളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണം, കൊടുക്കുന്ന അരി, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുന്നേറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു സംശുദ്ധമായ കുടിക്കുന്ന വെള്ളം, ജലാശയം, ആ വെള്ളം എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. ഒരാൾ തരുന്ന വെള്ളം, ആ വെള്ളം നമ്മൾ കുടിക്കുകയാണ്, ആ സംശുദ്ധമായിരിക്കണം. ഇപ്പോൾ 50 വർഷമായി നമ്മുടെ ഈ തുടക്കം നമ്മുടെ ഇപ്പോൾ ഈ 50 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നിട്ട് ഈ ചികിത്സാ രീതിയിൽ ആത്മീയ രംഗത്ത് 14 വയസ്സിൽ തുടങ്ങി 51 വർഷമായി. ഈ 51 വർഷമായി ഈ ഇരുന്നിട്ട്. അതുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യസ്തമായിട്ടൊന്നുമില്ല. പക്ഷെ ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്. എല്ലാവരും ആദ്യക്കാലത്ത് ഒറ്റക്കെട്ടാണ്. ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ, പൊന്നാനി ജനങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഇതിലുണ്ട്, നേർച്ച വരുന്നുണ്ട്. അവരൊക്കെ ഇനി കാശ് കൊടുത്ത് അല്ല, നേരെ മറിച്ച് അവരൊന്നും ഭക്ഷണം കഴിക്കുക, സന്തോഷപ്പെടുത്തി പിരിയുക എന്നല്ലാതെ നമ്മൾ ഇതിന് ആവശ്യമുള്ള കാശ് എത്തും. അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് എന്ത് പറയുമ്പോൾ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളെ പ്രവർത്തനം. ഇതിൽ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മൾ വെറുതെ അത് ഇത് തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള പറയുകയുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ജനങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഏത്. അപ്പോൾ ആ സ്ഥിതിയാണ് നമുക്കുള്ളത്. ഏതായാലും നിങ്ങളെ സഹകരണമാണ് ഇതിനാവശ്യം. ഇത് വിജയത്തെ എത്തിക്കുന്ന വെന്നൽക്കൊടി പാറിപ്പിക്കുന്നത് പത്രക്കാരാണ്, ചാനലുകാരാണ്. അത് ഏറ്റവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ സമാധാനത്തിൽ ഏറ്റവും വലിയൊരു ആയുധപ്പരാണ് ആത്മീയ ആചാരം എന്ന് പറഞ്ഞാൽ. അത് ഏത് മതമായാലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, മതം ഏത് രൂപത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എല്ലാം ഏകാധിപതിയായ അള്ളാഹുവിനെക്കൊള്ളായി പോകുന്നത്, ദൈവത്തിനെക്കൊള്ളായി പോകുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകതയുണ്ട്. ചെയ്യുന്ന പ്രാർത്ഥന, ഇപ്പോൾ അമ്പലത്തിലായിരുന്നു, ക്രൈസ്തവരായാലും ശരി, മുസ്ലിമീങ്ങളായാലും ശരി, അത് പ്രവർത്തനം മുഴുവൻ ഏക ഇലാഹി, ഏക അള്ളാഹുവിനെക്കൊള്ളയാണ് പോകുന്നത്. അതിവിടെ ആവശ്യമാണ്. അത് വിട്ടുപോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പെരുന്നാളും എല്ലാവർക്കും ആഘോഷമാണ്, എല്ലാവർക്കും ഉണ്ട്. ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയതയുടെ ആഘോഷമാണ്. കാരണം നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്, മരണത്തിൽ കലാശിക്കുന്നവരാണ്. ശരീരം മണ്ണോട് മണ്ണ് ചേരുന്ന ശരീരമാണ്. ആ പുണ്യങ്ങൾ ചെയ്തു വെക്കുകയും ഒരു മനുഷ്യൻ്റെ സ്ഥിതി അടുത്ത നിമിഷം നമ്മൾ ജീവിക്കുക ഒന്നും പറയാൻ കഴിയില്ല. സൈലൻ്റ് അറ്റാക്ക് കൊണ്ട് മരണപ്പെടാം, പോണ വഴിക്ക് ചുമര് വീണ്ടും മരിക്കാം. മരണം ഒരാൾക്കും കഴിയില്ല. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്ക് ഇതൊക്കെ നല്ല നന്മയായിട്ട് മരണത്തെപ്പറ്റി ഓർക്കുകയും ഇന്ന് ഇതൊക്കെ കണ്ണടഞ്ഞുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, മക്കൾ മുഴുവനും എന്നെ നഷ്ടപ്പെട്ട് ഒരു നിമിഷം കല്ലറയിലേക്ക് കടക്കുന്ന ആ രംഗം, ചിതയിലേക്ക് വെക്കുന്ന രംഗം, അത് അവസാനമായിട്ട് എല്ലാം വിട്ടുവരുന്ന രംഗം, അത് വല്ലാത്ത ഭയാനകമായ രംഗമാണ്. ഭയാനകമായ രംഗമാണ്. അതെല്ലാം സംഭവിക്കുന്നത്, ഏതിനും സംഭവിക്കാം.
അതിനൊക്കെ ഉത്തമമായൊരു മാതൃക, ഒരു പഠനം ഈ ആത്മീയമായ എല്ലാ മേഖലയിലും അത് വേണം. നേർച്ചൻ്റെ വഴിക്ക് നടക്കണം. അമ്പങ്ങളിൽ പൂരം ആകുന്നതൊക്കെ അതൊക്കെ ഒരു ആത്മീയത തന്നെയാണ്, കാണപ്പെടാത്ത ഒരു സംഭവമാണ്, അതറിയില്ലത്. അപ്പം അങ്ങനെ ക്രൈസ്തവരുടെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഈ നാടിന് എന്താവുള്ളൂ, ഒരുമയും ഒത്തൊരുമയും സ്നേഹവാത്സല്യവും സന്തോഷകരമായ വഴി എല്ലാം. ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനെ കാണണം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മുഖ്യപങ്ക്. അത് എല്ലാം ഒരുപോലെയുള്ള അനിയന്മാരായിട്ടും ജ്യേഷ്ഠന്മാർ കണ്ടെങ്കിലേ ഈ നാട് നന്നാവും. അതിന് ഈ ആത്മീയത ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് വന്നാൽ അറിയാം. ഈ നേർച്ചകൾക്ക് നിർബന്ധ നേരത്തെ വന്നാൽ ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? എല്ലാവരും ഇവിടെ ഉണ്ട്. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങൾ, അങ്ങനെ ഏറ്റെടുത്തൊരു നേർച്ചയാണത്. നിങ്ങളുടെ യാത്ര ഇനി ടെൻഷൻ ഇല്ലാതെ ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ. ടിക്കറ്റ്സ്, വിസ, ഹോളിഡേയ്സ്, ഉംറ എല്ലാം ഒരിടത്തു നിന്നും. നിങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ അഡ്വൈസും നൽകുന്നു. യാത്ര മുടങ്ങിയാൽ റീഫണ്ട് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ ഇനി ഓൺലൈനിൽ കാണുന്നതിലും കുറവ് നിരക്കിൽ എല്ലാ GCC രാജ്യങ്ങളിലേക്കും ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ നിന്നും ടിക്കറ്റ്സ് ലഭ്യമാണ്. അംബിയ മുർസലീങ്ങളുടെ നേർച്ച അത് കേരളത്തിൽ എവിടെയും അറിയപ്പെടാത്തതും അപൂർവമായ ഒരു ആത്മീയ സദസ്സാണ്. അംബിയാക്കൾ വേറെ, മുർസലീങ്ങൾ വേറെ, രണ്ടും രണ്ട് വിഭാഗമാണ്. അംബിയാക്കളിൽ നിന്ന് പ്രത്യേകമായ സ്ഥാനമുള്ളവരാണ് മുർസലീങ്ങൾ. അവരിൽ നിന്ന് ഏറ്റവും വലിയ സ്ഥാനമാണ് ഉലുൽ അസം എന്ന് പറയുന്ന പ്രവാചകന്മാർ. അവരുടെ കാലഘട്ടങ്ങളിലും അവരുടെ സമൂഹത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്ന ഒരുപാട് നന്മകൾ അത് ഈ മുഹമ്മദ് ഖാസിം കോയ ഉസ്താദിൻ്റെ ഈ നീർച്ചയിൽ നമുക്ക് വ്യത്യസ്തമായ പരിപാടികളിൽ കാണാൻ കഴിയും. അതാണ് ഈ നീർച്ചൻ്റെ പ്രത്യേകത. ഉദാഹരണം, അവരിൽ ഒരു പ്രമുഖനായ പ്രവാചകനാണ് സയ്യിദ്ന യൂസുഫ് നബി അലൈഹിസ്സലാം. മഹാനവറുകൾ മിസ്റിലെ വലിയ രാജാവായി വന്നു. യഥാർത്ഥത്തിൽ സ്വന്തം സഹോദരന്മാർ കിണറ്റിൽ കൊണ്ടുപോയിട്ട് കുട്ടിയായ യൂസുഫ് നബിയെ, അന്ന് മിസ്ർ ഭരിച്ചിരുന്ന അസീസ് രാജാവ്, മക്കളില്ലാത്ത അസീസ് രാജാവ് യൂസുഫ് നബിയെ വാങ്ങുകയാണ്, ചന്തീന് വാങ്ങിയിട്ട് കൊണ്ടുകയാണ്. പിന്നെ ഈ അസീസ് രാജാവിന് ശേഷം പിന്നെ അവിടെ ഭരിക്കുന്നത് പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി ഈജിപ്ത് ഭരിക്കുമ്പോൾ, മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഭരിക്കുമ്പോൾ വലിയ ഭക്ഷണക്ഷാമം വന്ന്, പ്രയാസം വന്ന് ലോകത്ത് മൊത്തം. അങ്ങനെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി യൂസുഫ് നബിൻ്റെ അടുത്ത് എല്ലാ ആളുകളും വരികയാണ്, പാത്രം കൊണ്ട് അരി വാങ്ങാൻ വരികയാണ്. കൂട്ടത്തിൽ തൻ്റെ സ്വന്തം സഹോദരന്മാരും ജ്യേഷ്ഠൻ്റെ അടുത്തേക്കാണ് ഭക്ഷണം വാങ്ങാൻ. ജ്യേഷ്ഠൻ അവർക്കറിയില്ല, അവരെ ദൃഷ്ടിയിൽ പ്രവാചകനാണ്, അരി വാങ്ങാൻ വരികയാണ്. അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. അത് ഈ നീർച്ചൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഖാസിം കോയ ഉസ്താദിൻ്റെ വീട്ടിൽ നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അരി വാങ്ങാൻ വരികയാണ്. അന്ന് യൂസുഫ് നബിൻ്റെ അടുത്തേക്ക് അരി വാങ്ങാൻ വന്നതുപോലെ ഈ പൊന്നാനിയുടെ പരിസരങ്ങളിൽ നിന്ന് 15 ടൺ അരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ അരി വാങ്ങാൻ വേണ്ടി അബാലവൃദ്ധം എല്ലാ വിഭാഗം ആളുകളും ഇവിടെ അത് വരും. ഈ അംബിയ മുർസലിങ്ങൾ ഒരു സംഭവം അതാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ സുലൈമാൻ നബി അലൈഹിസ്സലാം, അത് രാജാവായി ഭരിച്ചിരുന്ന വലിയ പ്രവാചകനാണ്. ഖാസിം കോയ ഉസ്താദിൻ്റെ വീട്ടിൽ വലിയ വലിയ പിന്നെ നിയമപാലകരും വക്കീലന്മാരും എജുക്കഡായ ഉദ്യോഗസ്ഥന്മാരും വളരെ താഴെത്തട്ടിലുള്ള സാധുക്കളും എല്ലാവരും ഇവിടെ വന്നു പോകാൻ. അപ്പോൾ വലിയൊരു കേന്ദ്രമാണ്, ഒരു അത്താണിയാണ് നമ്മളെ ഖാസിം കോയ ഉസ്താദിൻ്റെ ഈ വീടും അവർ നടത്തുന്ന ഈ പരിപാടികളൊക്കെ വലിയ ഒരു ആശ്വാസമാണ്, ഒരു സാന്ത്വന സാമൂഹിക സേവനം അംബിയ മുർസലിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അവരെ അനുസ്മരിക്കും വിധമാണ് ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടിയും. ഇൻഷാ അല്ലാഹ് അതിലെല്ലാവരും പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം, സഹകരിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി ആ പരിപാടിയിലേക്ക് 2-ാം തീയതി സുബൈക്ക് തുടങ്ങുന്ന പരിപാടി പിറ്റേന്ന് സുബഹി വരെ നീളുന്ന പരിപാടിയിൽ മത സാംസ്കാരിക രാഷ്ട്രീയ എല്ലാ വിഭാഗം നേതാക്കന്മാരും പങ്കെടുക്കുന്ന ബൃഹത്തായ ഒരു വലിയൊരു ആത്മീയ സാമൂഹിക സദസ്സാണ്. എല്ലാവരും ഒരിക്കൽ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറണ്ടുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CB റോഡ്, പൊന്നാനി.